പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട ജിഷയുമായി തനിക്ക് ബന്ധമൊന്നുമില്ലെന്ന് പി തങ്കച്ചൻ. തനിക്കെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ എല്ലാം അടിസ്ഥാനരഹിതമാണെന്നും തങ്കച്ചൻ പറഞ്ഞു. അതിനിടെ ജിഷ കൊലക്കേസിലെ പ്രതികളെ പിടിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് LDF പെരുമ്പാവൂരിൽ നടത്തിവന്ന രാപ്പകൽ സമരം അവസാനിപ്പിച്ചു. ജിഷയുടെ കൊലയാളിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 5-ാം തീയതിയാണ് LDF രാപ്പകൽ സമരം ആരംഭിച്ചത്. പുതിയ സർക്കാർ ADGP സന്ധ്യയ്ക്ക് അന്വേഷണം കൈമാറിയതോടെ 22 ദിവസം നീണ്ട രാപ്പകൽ സമരം LDF അവസാനിപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും MP-യുമായ ശ്രീമതി ടീച്ചറാണ് സമരം അവസാനിപ്പിച്ചതായി അറിയിച്ചത്. അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയാണ് കൊലയാളി രക്ഷപ്പെടുന്നതിന് കാരണമായതെന്ന് ശ്രീമതി ടീച്ചർ പറഞ്ഞു. അതിക്രൂരമായ ഒരു കൊലപാതകവും റേപ്പ് ഉൾപ്പെടെ നടന്നിട്ട് ഈ കേസിനോട് ഈ ഒരു സംഭവത്തോട് നിയമപാലകർ കാണിച്ച അതിൽ ഉന്നതന്മാരായ പോലീസുകാർ ഉൾപ്പെടെ ADGP DGP ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടത്ര ഗൗരവം കണ്ടതായിട്ട് ജനങ്ങൾ കരുതുന്നില്ല. അതേസമയം പുതിയ അന്വേഷണ സംഘത്തിൽ വിശ്വാസമുണ്ടെന്ന് ജിഷയുടെ അമ്മ രാജേശ്വരി വ്യക്തമാക്കി. ജോമോൻ പുത്തമ്പുരക്കലിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും രാജേശ്വരി പറഞ്ഞു. ഞാൻ ഒരാളെ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അതിലുള്ള രണ്ട് മക്കളാണ് പാപ്പുവിൻ്റെയും. എൻ്റെ പേര് രാജേശ്വരിയും. അല്ല എന്നൊരു വേറെ ചേച്ചി ഒരു പുരുഷന്മാരോടും ആരും കൂടെ ജീവിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു മക്കളുമില്ല. ജിഷയുടെ കൊലപാതകവുമായി തനിക്കോ തന്റെ കുടുംബത്തിനോ ബന്ധമില്ലെന്ന് പി തങ്കച്ചനും പറഞ്ഞു. ജോമോൻ പുത്തമ്പുരക്കലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പി തങ്കച്ചൻ വ്യക്തമാക്കി. ഈ സ്ത്രീ ഇവിടെ ജോലിക്ക് നിന്നിട്ടില്ല. 20 വർഷത്തിന് മേലായി ഇവിടെ ജോലിക്ക് നിൽക്കുന്നു എന്നാണ് ഈ നാട്ടിൽ ആരോട് ചോദിച്ചാലും അറിയാം. എൻ്റെ ജോലിക്കാരിയായി ഒരിക്കലും നിന്നിട്ടില്ല. ഈ പൊതുപ്രവർത്തന രംഗത്ത് നമ്മൾ ഒരുപാട് പേര് വരും. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ 10-40 കൊല്ലമായി മുനിസിപ്പൽ ചെയർമാനും MLA-യും ഒക്കെ ആയിട്ടിരിക്കുന്നു. ഓരോ ദിവസം 10-100 ആളുകൾ വന്നിട്ട് സർട്ടിഫിക്കറ്റോ അങ്ങനെ അല്ലെങ്കിൽ വല്ല കോളേജ് അങ്ങനെയൊക്കെ ജിമ്മൽ വന്നിട്ടുള്ളത് എനിക്കറിയില്ല. ഒരു ജോലിക്കായിട്ട് ഇവിടെ നിന്നിട്ടില്ല. ഈ കൊലപാതകവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, എൻ്റെ കുടുംബത്തിനുമില്ല. ഇവിടെ ജോലിക്ക് നിന്നിട്ടില്ല. ഞാൻ പാടെ നിഷേധിക്കുക. എനിക്ക് തോന്നുന്നത് ആ സ്ത്രീ പോലും അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.